ഷാജഹാന്റെ അസുഖവും അതിനെ തുടർന്ന് അടുത്ത ചക്രവർത്തി ആര് എന്ന നിലയിൽ 4 മക്കൾക്കിടയിൽ തമ്മിൽ കലഹം സൃഷ്ടിക്കപ്പെട്ടതും മുഗൾ സാമ്രാജ്യത്തിൻ്റെ അതിരുകൾ ദുർബലമാവുന്നതിന് കാരണമായി. അതോടെ ആസാം മേഖലയിലെയും കൂച്ച് ബീഹാറിലെയും ഒക്കെ ഭരണമേഖലകൾ മുഗൾ അതിർത്തിക്കുള്ളിലേക്ക് കടന്നു കയറിക്കൊണ്ട് ആക്രമണങ്ങളും കൊള്ളയുമൊക്കെ നടത്തുന്നതിന് ഈ കാലം സാക്ഷ്യം വഹിച്ചു. മുഗൾ മേഖലയിൽ ആഭ്യന്തരമായി കലഹമുള്ളതുകൊണ്ടും ഔറംഗസേബിന് അധികാര കസേരയിൽ സുരക്ഷിതത്വം നിർമ്മിക്കേണ്ടതുകൊണ്ടും 1661 വരെയും മുഗൾ സാമ്രാജ്യം ഈ കിഴക്കൻ അതിർത്തികളിലേക്ക് ശ്രദ്ധ ചെലുത്തുകയുണ്ടായില്ല. ഏതായാലും അധികാര മേഖലകളിൽ എതിരാളികളില്ലാതായതോടെ ബംഗാളിൻ്റെ ഗവർണറായി മിർ ജുംലയെ ഔറംഗസേബ് നിയമിക്കുകയും ആസാം മേഖലകൾ ആക്രമിക്കാനും നിർദ്ദേശം നൽകി. അങ്ങനെ മിർ ജുംല കൂച്ച് ബീഹാറൊക്കെ കീഴടക്കിക്കൊണ്ട് ആസാം മേഖലയിലേക്ക് പ്രവേശിച്ചു. അഹോം രാജവംശം എതിർത്തു നിന്നെങ്കിലും ആസാമിൻ്റെ പല മേഖലകളും ആക്രമിച്ചുകൊണ്ട് തലസ്ഥാന മേഖലയടക്കം പിടിച്ചെടുക്കുകയാണ് മിർ ജുംല ചെയ്തത്. അതോടെ അഹോം രാജാവ് തൻ്റെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളും മുഗളർക്ക് വിട്ടുകൊടുക്കുകയും അവരുടെ ആധിപത്യം സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ മിർ ജുംല തിരിച്ച് ധാക്കയിലേക്കുള്ള യാത്രക്കിടയിൽ മരണപ്പെടുകയുണ്ടായി. അതോടെ സെയ്സ്താ ഖാൻ ബംഗാളിൻ്റെ പുതിയ ഗവർണറായി. പിന്നെയും 4 വർഷങ്ങൾ ആസാം മേഖലകൾ മുഗളിന് കീഴിൽ തുടരുകയുണ്ടായെങ്കിലും അതിനപ്പുറം മുഗളിൽ നിന്നും ആസാം മേഖലകൾ സ്വതന്ത്രമാവുകയുണ്ടായി. ഇതേ സമയം ബംഗാൾ ഉൾക്കടലിൽ കടൽ കൊള്ളയിലും പിടിച്ചുപറിയിലുമൊക്കെ ഏർപ്പെട്ടിരുന്ന പറങ്കികളെയും ഔറംഗസേബ് പ്രത്യേകം ശ്രദ്ധ ചെലുത്തി അമർച്ച ചെയ്യുകയുണ്ടായി. ബംഗാളിലെ പോർച്ചുഗീസ് മേഖലയായിരുന്ന ചിറ്റഗോങ്ങിൽ നിന്നും ഇവർക്ക് സഹായം ലഭിച്ചിരുന്നത് കൊണ്ട് തന്നെ ഈ പ്രദേശവുമായി ഷെയ്സ്താ ഖാൻ്റെ നേതൃത്വത്തിൽ ഏറ്റുമുട്ടലുണ്ടാവുകയും പ്രദേശം മുഗളർക്ക് അധീനമാവുകയുമുണ്ടായി. അതുപോലെ തന്നെ ഹൂഗ്ലി മേഖലയിലുണ്ടായിരുന്ന ഇംഗ്ലീഷുകാരുമായും ഷെയ്സ്താ ഖാൻ 1686 ഏറ്റുമുട്ടി. ഇംഗ്ലീഷുകാർ ഇവിടെ നിന്ന് പുറത്താവുകയും ചെയ്തു. എങ്കിലും പിന്നീട് ഇംഗ്ലീഷുകാർ മുഗളരുമായി സന്ധി ചെയ്യുകയും മുഗളരുടെ സമ്മതത്തോടെ തന്നെ 1690 കാലത്ത് ഇവിടേക്ക് തന്നെ തിരിച്ചെത്തുകയുമുണ്ടായി. ഔറംഗസേബിൻ്റെ പടയോട്ടങ്ങളിൽ നിർണായകമായ ഒരു ഏടാണ് ദക്ഷിണേന്ത്യൻ മേഖലകളിലേക്ക് അദ്ദേഹം കൊണ്ടുവന്ന ആക്രമണങ്ങളും പിടിച്ചടക്കലുകളും. ഷാജഹാന്റെ നിർദ്ദേശാനുസരണം ബീജാപൂരുമായി ഔറംഗസേബ് നേരത്തെ തന്നെ ഒരു സമാധാന കരാർ സൃഷ്ടിച്ചിരുന്നു. അതനുസരിച്ച് 1.5 കോടി രൂപ വർഷം തോറും കപ്പമായി മുഗളിന് നൽകാമെന്നായിരുന്നു വ്യവസ്ഥ. എങ്കിലും ബിജാപൂരിന് ഇത് നിലനിർത്താനായില്ല. അതോടെ ചക്രവർത്തിയായ ഔറംഗസേബ് രാജാ ജയ്സിംഗിനെ ബിജാപൂരിനെയും ശിവജിയെയും കീഴടക്കാനായി അയക്കുകയുണ്ടായി. ജയ്സിംഗ് ശിവജിയുടെ കോട്ടയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തുകയും നിർവാഹമില്ലാതെ ശിവജിക്ക് സന്ധിയിൽ ഒപ്പുവെക്കേണ്ടതായി വന്നു. ഇതാണ് ട്രീറ്റി ഓഫ് പുരന്ദർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിനപ്പുറം ജയ്സിംഗ് ബിജാപൂർ ആക്രമിച്ചു. എങ്കിലും വിജയം നേടാനാവാതെ ജയ്സിംഗിന് അവിടെ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു. ജയ്സിംഗ് ആണെങ്കിൽ 1666 ജൂലൈയിൽ മരണപ്പെടുകയുമുണ്ടായി. ബിജാപൂർ പിന്നീടുള്ള കുറച്ചധികം വർഷങ്ങൾ സുരക്ഷിതമായി തന്നെ ഇരിക്കുകയും ചെയ്തു. ഡക്കാനിലെ മുഗളരുടെ അധീശത്വം സ്ഥാപിക്കാനുള്ള പൊതുവായ നയത്തോടൊപ്പം തന്നെ ഔറംഗസേബിൻ്റെ കാലത്ത് ചില പുതിയ നയങ്ങൾ കൂടി ഉണ്ടാവുകയുണ്ടായി എന്ന് പറയാം. ഷിയ മതത്തിൽപ്പെട്ട സുൽത്താൻമാർ ഭരിച്ചിരുന്ന ബിജാപൂരും ഗോൽക്കൊണ്ടയും കീഴടക്കി യാഥാസ്ഥിതിക ഇസ്ലാം മതത്തിൻ്റെ മേഖലകൾ സൃഷ്ടിക്കണമെന്നത് തൻ്റെ കടമയായി ഔറംഗസേബ് കരുതുകയുണ്ടായി. ഒപ്പം ഈ കാലത്ത് ഡെക്കാൻ പ്രദേശം സാമ്പത്തികമായി മികച്ചു നിന്ന ദേശങ്ങളായിരുന്നു. ഈ മേഖലകളിലുണ്ടായിരുന്ന വമ്പിച്ച വിഭവസമ്പത്ത് കൈക്കലാക്കുക എന്നതും ഒരു നയമായിരുന്നു. പിന്നെയുള്ളത് മുഗൾ സാമ്രാജ്യത്തിൻ്റെ രാഷ്ട്രീയമായ ഏകീകരണമാണ്. അത് ഇന്ത്യൻ മേഖലയിലെ വലിയ സാമ്രാജ്യമെന്ന ചിന്തയ്ക്കും സാമ്രാജ്യത്തിൻ്റെ സ്ഥിരതയ്ക്കും ആവശ്യമാണെന്നും ഔറംഗസേബിന് തോന്നി. മറ്റൊന്ന്, ഡക്കാനിലെ ഷിയാവർഗത്തിൽപ്പെട്ട സുൽത്താൻമാരും ഹിന്ദു മേഖലയായ മഹാരാഷ്ട്രരും കൂടി തനിക്കെതിരെ തിരിയുന്നതിനു മുൻപ് ഡെക്കാൻ സുൽത്താനത്തുകളെ ആക്രമിച്ച് നശിപ്പിക്കേണ്ടത് ആ കാലത്തിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യമായി കൂടി ഔറംഗസേബ് കാണുകയുണ്ടായി. താൽക്കാലികമായെങ്കിലും ആക്രമണത്തിനൊക്കെ വിരാമമിട്ട കാലത്തിനപ്പുറം 1672 ബിജാപൂരിൻ്റെ സുൽത്താനായ അലി ആദിൽ ഷാ മരണപ്പെടുകയുണ്ടായി. അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ 4 വയസ്സ് മാത്രം പ്രായമുള്ള മകൻ സിക്കന്ദർ ആദിൽ ഷാ അധികാരത്തിലെത്തി. അധികാരി കുട്ടിയായതുകൊണ്ട് തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ തമ്മിൽ വടംവലികൾക്കും അതൊരു കലാപങ്ങൾക്കുമൊക്കെ കാരണമായി മാറുകയുണ്ടായി. ഇതൊരു അവസരമായി കണ്ട മുഗൾ സൈന്യം ഡക്കാൻ ഗവർണറായിരുന്ന ബഹദൂർ ഖാൻ്റെ നേതൃത്വത്തിൽ 1676 ബിജാപൂർ ആക്രമിച്ചെങ്കിലും അന്നും പരാജയപ്പെടുകയാണുണ്ടായത്. അതോടെ ഔറംഗസേബ് ഇദ്ദേഹത്തെ തിരിച്ചു വിളിക്കുകയും പകരമായി ദിലർ ഖാനെ ഡക്കാൻ്റെ പുതിയ ഗവർണറായി അയക്കുകയുമുണ്ടായി. ദിലർ ഖാൻ ബിജാപൂരിലെ മന്ത്രിയായിരുന്ന സിദ്ദി മസൂദിനെ തന്നോടൊപ്പം ചേർക്കുകയും അതിനെ തുടർന്ന് ഇരുകൂട്ടരും ഒരു സന്ധിയിലെത്തുകയും ബിജാപൂർ മുഗളിൻ്റെ അധീശത്വം അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് സിദ്ദി മസൂദ് ശിവജിയുമായി ഒരു കരാർ ഉണ്ടാക്കിയതോടെ ഇരുവരും തമ്മിൽ തെറ്റുകയും 1679 ദിലർ ഖാൻ ബിജാപൂർ തന്നെ ആക്രമിക്കുകയും ബിജാപൂർ കൊള്ളയടിക്കുകയും ഒക്കെ ഉണ്ടായി. എങ്കിലും അതും പരിപൂർണ വിജയത്തിലെത്തിയില്ല.
അതോടെ ദിലർ ഖാനെയും തിരിച്ചു വിളിച്ച് മകനായ അസമിനെ 1680 ഔറംഗസേബ് അയക്കുകയുണ്ടായി. ബിജാപൂരുമായി ശക്തമായൊരു യുദ്ധത്തിലേർപ്പെട്ട അസമിൻ്റെ സൈന്യത്തിന് മുന്നിൽ ക്രമേണ ബിജാപൂർ തളരുകയും 1685 കോട്ടയ്ക്ക് ഉപരോധവും സൃഷ്ടിക്കപ്പെട്ടു. നിർണായക നിമിഷമായതുകൊണ്ട് തന്നെ മാസങ്ങൾക്കപ്പുറം ചക്രവർത്തിയായ ഔറംഗസേബ് തന്നെ കോട്ടയുടെ ഉപരോധ ചുമതലയിലേക്ക് നേരിട്ട് കടന്നെത്തി. ഒടുവിൽ 1686 സെപ്റ്റംബർ 22 സിക്കന്ദർ ഷാ കീഴടങ്ങുകയും ഔറംഗസേബിനെ വന്ന് നേരിൽ കാണുകയുണ്ടായി. ഖാൻ എന്ന പദവിയും 1,00,000 രൂപ പെൻഷനും അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് ബിജാപൂർ മേഖലയെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഒരു പ്രവിശ്യയായി ഔറംഗസേബ് മാറ്റുകയുണ്ടായി. മുഗൾ സൈന്യം അതിനപ്പുറം ഗോൽക്കൊണ്ടയ്ക്ക് നേരെ തിരിഞ്ഞു. ഗോൽക്കൊണ്ട മേഖല കൃത്യമായി കപ്പമൊക്കെ കൊടുത്തിരുന്നെങ്കിലും അവർ മഹാരാഷ്ട്രയെയും ബിജാപൂരിനെയും സഹായിച്ചിരുന്നു എന്ന തരത്തിലാണ് ഔറംഗസേബ് അവരെ നോക്കിക്കേണ്ടത്. ഒപ്പം മഹാരാഷ്ട്ര ശക്തിയെ തകർക്കണമെങ്കിൽ ഗോൽക്കൊണ്ടയും വീഴണമെന്ന് ഔറംഗസേബ് വിശ്വസിച്ചു. ഇന്ത്യ മുഴുവൻ പിടിച്ചടക്കണമെന്ന നയവും ഏതായാലും ഔറംഗസേബിനുണ്ടല്ലോ. അങ്ങനെ ഔറംഗസേബ് ഡെക്കാനിൽ നേരിട്ടെത്തിയതുകൊണ്ട് തന്നെ ഗോൽക്കൊണ്ടയും കീഴടക്കാൻ തീരുമാനമായി. 1685 രാജകുമാരനായ ഷാ അലത്തിനായിരുന്നു ഗോൽക്കൊണ്ടയുടെ ആക്രമണ ചുമതല. പടയോട്ടത്തിനിടയിൽ മാൽഘട്ടിൽ വെച്ച് ഒരു ഗോൽക്കൊണ്ട സൈന്യത്തെ മുഗൾ പട നേരിടുകയുമുണ്ടായി. ഇതിനിടയിൽ ഗോൽക്കൊണ്ട സൈന്യത്തിൻ്റെ കമാൻഡറായ മീർ മുഹമ്മദ് കളം മാറ്റി ചവിട്ടിയതോടെ ഗോൽക്കൊണ്ട പരാജയമണത്തു. സുൽത്താൻ കുത്തബ് ഷാ ഹൈദരാബാദിൽ നിന്ന് രക്ഷപ്പെട്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശക്തമായ കോട്ടകളിലൊന്നെന്ന് വിശേഷണമുള്ള ഗോൽക്കൊണ്ട കോട്ടയിൽ അഭയം തേടി. മുഗൾ സൈന്യം ഹൈദരാബാദ് നഗരം തകർക്കുകയും കോട്ടയ്ക്ക് ഉപരോധമേർപ്പെടുത്തുകയും ചെയ്തു. കുത്തബ് ഷാ സമാധാനത്തിനായി പല രീതിയിലും ശ്രമിച്ചെങ്കിലും ഔറംഗസേബ് അതൊക്കെ തള്ളിക്കളഞ്ഞു. പക്ഷേ ഉപരോധത്തിനപ്പുറവും 8 മാസത്തോളം കഴിഞ്ഞിട്ടും കോട്ട തകർക്കാനോ കോട്ടയ്ക്കുള്ളിലേക്ക് കടക്കാനോ ഒന്നും മുഗൾ സൈന്യത്തിനായില്ല. അതോടെ കുത്തബ് ഷായുടെ ഉന്നത ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും മുഗൾ പതിയെ അതിൽ വിജയിക്കുകയും 1687 ഒക്ടോബറിൽ മുഗളിനു മുന്നിൽ കോട്ടവാതിലുകൾ തുറക്കപ്പെടുകയുമുണ്ടായി. സുൽത്താന് 50,000 പെൻഷനൊക്കെ നൽകിക്കൊണ്ട് ദൗലത്താബാദിൽ തടവിലിടുകയും ഗോൽക്കൊണ്ടയെ മുഗൾ സാമ്രാജ്യത്തോട് ഔറംഗസേബ് കൂട്ടിച്ചേർക്കുകയുമുണ്ടായി. ഔറംഗസേബിന് ഡെക്കാനിൽ നേരിടേണ്ടി വന്ന മറ്റൊരു വലിയ ശക്തിയായിരുന്നു മറാത്തകൾ. ഔറംഗസേബിൻ്റെ ഭരണകാലത്താണ് ശിവജിയുടെ നേതൃത്വത്തിൽ മഹാരാഷ്ട്രർ ഡെക്കാനിൽ ഒരു വലിയ ശക്തിയായി മാറുന്നതും ഒരു സ്വതന്ത്ര മറാത്ത രാജ്യമൊക്കെ രൂപം കൊള്ളുന്നതും. ശിവജി ആദ്യമായി മുഗൾ മേഖലയുമായി പോരടിക്കുന്നത് 1656 കാലത്താണ്. ഈ സമയം മുഗൾ മേഖലയിലേക്ക് കടന്നു കയറി ശിവജി ആക്രമിക്കുകയുണ്ടായി. എങ്കിലും 1657 തന്നെ സന്ധി സൃഷ്ടിക്കപ്പെട്ടു. എന്നാൽ ഷാജഹാൻ അപ്പുറം മുഗൾ മേഖലയിൽ ആര് എന്ന രീതിയിൽ അധികാര മത്സരം സൃഷ്ടിക്കപ്പെട്ട കാലത്തെ സമർത്ഥമായി ഉപയോഗിച്ച ശിവജി ഈ സമയം തൻ്റെ മേഖലകളെ വികസിപ്പിക്കാനുള്ള നടപടികളെടുത്തു. 1659 അഫ്സൽ ഖാനെ ശിവജി വധിക്കുകയുണ്ടായി. 1660 ബിജാപൂരുമായും മുഗളരുമായും ശിവജിക്ക് പോരടിക്കേണ്ടിയും വന്നു. അതിൻ്റെ ഭാഗമായി ശിവജിക്ക് വലിയ നഷ്ടങ്ങളായിരുന്നു ഫലം. പൻഹാല കോട്ടയും പൂന, ശിവ്പൂർ തുടങ്ങിയ പല മേഖലകളും ശിവജിക്ക് നഷ്ടപ്പെട്ടു. എന്നാൽ 1663 ശിവജി രാത്രിയിൽ പുനെയിൽ വെച്ച് ഷെയ്സ്താ ഖാന് നേർക്ക് ഒരു അപ്രതീക്ഷിത ആക്രമണം നടത്തുകയുണ്ടായി. ആ ദിവസം ഷെയ്സ്താ ഖാന് രാത്രിയിൽ ഓടി രക്ഷപ്പെടേണ്ടി വന്നത്രേ. അതിനൊപ്പം ശിവജി സൂറത്ത് കൊള്ളയടിക്കുകയും ചെയ്തു. അതോടെ ഔറംഗസേബ് ഈ മേഖലകളിലേക്ക് ജയ്സിങ്ങിനെ അയക്കുകയുണ്ടായി. ജയ്സിംഗ് ശിവജിയെ പരാജയപ്പെടുത്തുകയും ശിവജി ട്രീറ്റി ഓഫ് പുരന്ദറിൽ ഒപ്പുവെക്കുകയും ചെയ്തു. 1666 ശിവജി മുഗൾ രാജധാനിയിലേക്ക് പോവുകയും അവിടെ വച്ച് തടവിലാവുകയും തുടർന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുകയും ഒക്കെ ഉണ്ടായി. അതിനപ്പുറം വീണ്ടും സമാധാന കരാർ ഉണ്ടാവുകയും 3 വർഷത്തോളം കാലം സമാധാനം നിലനിൽക്കുകയും ചെയ്തു. എന്നാൽ 1670 ശിവജി വീണ്ടും മുഗളിന് നേർക്ക് ആക്രമണങ്ങൾ നടത്തുകയും ട്രീറ്റി ഓഫ് പുരന്ദറിൽ നഷ്ടപ്പെട്ട പല പ്രദേശങ്ങളും കോട്ടകളുമൊക്കെ തിരിച്ചു പിടിക്കുകയുമുണ്ടായി. 1674 ഛത്രപതി അഥവാ രാജാവായി മാറിയ ശിവജി 1680 മരണപ്പെട്ടത്. എങ്കിലും ആ സമയമായപ്പോഴേക്ക് മികച്ചൊരു മറാത്ത രാജ്യം തന്നെ ശിവജി സൃഷ്ടിച്ചിരുന്നു എന്ന് പറയാം. ശിവജിയുടെ മരണത്തിനപ്പുറം 1680 പുത്രനായ സാംബജി അധികാരത്തിലെത്തി. അദ്ദേഹവും ശിവജിയെപ്പോലെ തന്നെ ആക്രമണങ്ങൾ തുടർന്നു. 1682 ഔറംഗസേബ് നേരിട്ട് ഡെക്കാനിൽ വീണ്ടും എത്തുകയും സാംബജിയെ ആക്രമിക്കുകയുമുണ്ടായി. എങ്കിലും വലിയ വിജയങ്ങളൊന്നും ഉണ്ടായില്ല. തുടർന്നും യുദ്ധം വർഷങ്ങളോളം തുടരുകയുണ്ടായി. ഒടുവിൽ 1689 സാംബജിയെ മുഗൾ സൈന്യം തടവുകാരനായി പിടിച്ചു. മുഗൾ സൈന്യം മഹാരാഷ്ട്രയുടെ പ്രദേശങ്ങൾ തകർക്കുകയും മറാത്ത സാമ്രാജ്യം തന്നെ മുഗളർ പിടിച്ചെടുക്കുകയുമുണ്ടായി. ദക്ഷിണേന്ത്യയിലെ ഔറംഗസേബിൻ്റെ ലക്ഷ്യങ്ങൾ അതോടുകൂടി പൂർത്തിയാവുകയും മഹാരാഷ്ട്രർ ഒരു സൈനിക ശക്തി എന്ന നിലയിൽ അവസാനിച്ചു എന്ന തോന്നലും അവിടെ സൃഷ്ടിക്കപ്പെട്ടു. ഏതായാലും ഔറംഗസേബ്
ദക്ഷിണേന്ത്യയിലും വമ്പൻ വിജയം നേടുകയുണ്ടായി. എന്നാൽ അതൊക്കെ തന്നെയും താൽക്കാലികം മാത്രമായിരുന്നു. മഹാരാഷ്ട്രർ വീണ്ടും ഔറംഗസേബിനെ പല വഴികളിൽ എതിർക്കുകയും സ്വാതന്ത്ര്യം വരെ അവരുടെ യുദ്ധം തുടരുകയുമുണ്ടായി. നായകനില്ലാതെ അല്ലെങ്കിൽ കേന്ദ്രീകൃതമായ ഒരു സ്ട്രക്ചർ ഇല്ലാതായ മഹാരാഷ്ട്ര ശക്തിയെ നേരിടുന്നതിൽ പിന്നീട് ഔറംഗസേബിന് വലിയ പ്രതിസന്ധികൾ നേരിട്ടു. കൊച്ചു കൊച്ചു സൈന്യങ്ങളായി ചിതറിത്തെറിച്ച മഹാരാഷ്ട്രർ മുഗൾ മേഖലയിലേക്ക് പല വഴികളിൽ പല സമയത്ത് ആക്രമണം നടത്തുകയും കൊള്ളയടിക്കുകയുമുണ്ടായി. ഔറംഗസേബിൻ്റെ ക്യാമ്പ് പോലും ആക്രമിക്കുന്ന ചരിത്രമുണ്ടായിട്ടുണ്ട്. ഔറംഗസേബിനാണെങ്കിൽ അവിടെ ഒരു ഭരണമേഖലയെയോ അല്ലെങ്കിൽ ഒരു നായകനെയോ ഒന്നും തകർക്കാനുമില്ലായിരുന്നു. എല്ലാം തന്നെ ചെറു ഗ്രൂപ്പുകളായി തിരിഞ്ഞ പല പല മേഖലകളായിരുന്നു. അത് ക്രമേണ മുഗളർക്ക് തിരിച്ചടി ലഭിക്കുന്നതിനാണ് കാരണമായത്. അതോടെ ശിവജിയുടെ രണ്ടാമത്തെ പുത്രനായ രാജാറാമും അദ്ദേഹത്തിൻ്റെ പത്നിയായ താരാഭായിയും കൂടി മുഗളർക്കെതിരെയുള്ള വിമോചന സമരത്തിന് നേതൃത്വം കൊടുത്തു തുടങ്ങിയതോടെ ഔറംഗസേബിൻ്റെ മുഗൾ പടയ്ക്ക് ഈ മേഖലകളിൽ നിന്ന് പിൻവാങ്ങേണ്ടി വരുന്ന അവസ്ഥ വന്നെത്തി. അതുകൊണ്ട് തന്നെ ഔറംഗസേബിൻ്റെ ഡെക്കാൻ പോളിസി പൂർണ്ണമായി മറാത്തകളെ കീഴടക്കാനായില്ല എന്നുകൂടി പറയേണ്ടതുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഡെക്കാൻ പോളിസിയുടെ പരാജയത്തിനും ആത്യന്തികമായി അദ്ദേഹത്തിൻ്റെ തന്നെ പരാജയത്തിനും സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്കും കാരണമായി എന്നുകൂടി പറയാം. മുഗൾ സൈന്യത്തിന് ഇത്തരത്തിൽ തിരിച്ചടികളേറ്റ സമയത്ത് തീവ്ര ദുഃഖിതനായിക്കൊണ്ട് ഔറംഗസേബ് 1707 അഹമ്മദ് നഗറിൽ വെച്ചാണ് മരണപ്പെടുന്നത്. ഉത്തരേന്ത്യയിൽ ഔറംഗസേബ് രജപുത്രരുമായും ഏറ്റുമുട്ടിയിട്ടുണ്ട്. രജപുത്രർക്കിടയിലെ പറ്റാവുന്ന രാജ്യങ്ങളൊക്കെ പിടിച്ചെടുത്തുകൊണ്ട് മുഗൾ ആധിപത്യം സ്ഥാപിക്കുക എന്നതായിരുന്നു ഔറംഗസേബിൻ്റെ ലക്ഷ്യം. അതിലൊന്നാണ് മർവാർ ദേശം. ജസ്വന്ത് സിംഗ് മരിച്ചതിനെ തുടർന്ന് ഔറംഗസേബ് ഈ ദേശം പിടിച്ചെടുക്കാൻ ചില ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. അതിലൊരു പരിധിവരെ ഔറംഗസേബ് വിജയിക്കുകയും ചെയ്തിരുന്നു. മേവാറുമായും ഔറംഗസേബ് പോരടിച്ചിട്ടുണ്ട്. വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ നഷ്ടപ്പെട്ട കാണ്ഡഹാർ തിരിച്ചു പിടിക്കുവാനൊക്കെ ഔറംഗസേബ് വലിയ നടപടികളൊന്നും എടുത്തിട്ടില്ല. ഒപ്പം ആ കാലത്ത് ഈ മേഖലയിലെ ഉസ്ബെക്കുകളുടെയും സഫാവിദുകളുടെയും ഒക്കെ ശക്തി ക്ഷയിച്ചതും ഔറംഗസേബിനെ സൈനിക നടപടിയിൽ നിന്ന് പിന്തിരിപ്പിച്ചെന്ന് പറയാം. വലിയ ശക്തികളില്ലാത്ത ഈ മേഖലയിൽ നിന്ന് വലിയ ആക്രമണങ്ങളോ അല്ലെങ്കിൽ വലിയ അപകടമൊന്നും ഉണ്ടാവില്ല എന്ന തിരിച്ചറിവിലായിരുന്നു ഇത്. എങ്കിലും അതിർത്തി മേഖലയിലെ യൂസഫ് സായ് വർഗ്ഗക്കാരുമായി ഔറംഗസേബിന് പലപ്പോഴും പോരടിക്കേണ്ടി വന്നിരുന്നു. ഇവർക്കെതിരെ പലതവണ സൈനിക നടപടികൾ ഉണ്ടായെങ്കിലും അതൊന്നും വിജയത്തിലെത്താതായതോടെ ഔറംഗസേബ് ഈ മേഖലയിലെ സമാധാനം വില കൊടുത്തു മേടിച്ചു എന്നും പറയാം. ചുരുക്കിയാൽ ഔറംഗസേബിൻ്റെ പടയോട്ടങ്ങളിൽ എടുത്തു പറയേണ്ട കാലഘട്ടമെന്നത് ഡക്കാൻ ആക്രമണങ്ങളാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു.